ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇപ്പം നമ്മൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, വേരിയസ് ടൈപ്പ് ഓഫ് സ്ട്രെസ് ഏതൊക്കെയാണ്, വേരിയസ് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഏതൊക്കെയാണെന്നൊക്കെ കണ്ടു. ഇനി നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ്സിനെ കുറിച്ചും സ്ട്രെയിനിനെ കുറിച്ചും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ എന്നാണ്. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ സൂചിപ്പിക്കുന്ന ഒരു ലോ ഉണ്ട്, ഹുക്സ് ലോ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ഒരു മൈൽഡ് സ്റ്റീൽ സ്പെസിമെന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കും. സോ ആ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അവസാനം ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, അതുകൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഹുക്സ് ലോ ആണ്. സോ നമ്മൾ സ്ട്രെസ് പഠിച്ചു. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയിൽ അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുമ്പോൾ റെസിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. സോ ഒരു ഫുൾ ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ബോഡിക്ക് എന്ത് സംഭവിക്കും? ഡീഫോർമേഷൻ നടക്കും. സോ ഡീഫോർമേഷൻ ഉണ്ടാകുമ്പോഴാണ് അത് റെസിസ്റ്റൻസ് അപ്ലൈ ചെയ്യുക. സോ സ്ട്രെയിൻ ഉണ്ടാവുന്നു, സ്ട്രെയിൻ ആണ് ഡീഫോർമേഷന്റെ മെഷർ. സോ സ്ട്രെയിൻ ഉണ്ടാവുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ടുള്ള സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. സോ ഈ സ്ട്രെയിനും സ്ട്രെസ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് റിലേഷൻഷിപ്പ് ഈസ് ഗിവൺ ബൈ ഹുക്സ് ലോ. സോ ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. റോബർട്ട് ഹുക്ക് എന്ന് പറഞ്ഞുള്ള ഒരു സയന്റിസ്റ്റ് ആണ് നമുക്ക് ഹുക്സ് ലോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സോ എലാസ്റ്റിക് ലിമിറ്റ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? സോ എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് വരുന്നത്. സോ അങ്ങനെ വരുന്ന അത്രയും ഒരു ലിമിറ്റിൽ എന്ന് വെച്ചാൽ ഒരു ബോഡി ഇലാസ്റ്റിക് ആയിരിക്കത്തോളത്തോളം ഉള്ള ലിമിറ്റിൽ ആ ബോഡീന്റെ സ്ട്രെസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതായത് എത്ര സ്ട്രെയിൻ ഉണ്ടോ അത്രയും സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, എത്ര എമൗണ്ടിൽ സ്ട്രെയിൻ, എത്ര എമൗണ്ടിൽ ഡീഫോർമേഷൻ നടക്കുന്നു, അത്ര എമൗണ്ടിൽ റെസിസ്റ്റൻസും ഉണ്ടാവുമെന്നാണ് റോബർട്ട് ഹുക്ക് പറയുന്നു. സോ മാത്തമാറ്റിക്കലി നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ സിഗ്മ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എപ്സിലോൺ. സോ സിഗ്മ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സോ യൂഷ്വലി നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും, ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലെ? സോ സിഗ്മേനെ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഹെപ്സിലോൺ എന്ന് ഞാൻ എഴുതി. സോ സിഗ്മ സ്ട്രെസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇ ഇൻറ്റു ഹെപ്സിലോൺ. ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഇ ഉണ്ടല്ലേ, ആ ഇനെ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്നാണ് വിളിക്കുക. സോ ഒരു മെറ്റീരിയലിന്റെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ. സോ ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ, അപ്പൊ സ്റ്റീൽ ആണെങ്കിൽ സ്റ്റീലിന് ഒരു മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഉണ്ടാവും, കോൺക്രീറ്റ് ആണെങ്കിൽ കോൺക്രീറ്റിന് ഒരു മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഉണ്ടാവും, ടിമ്പർ ആണെങ്കിൽ ടിമ്പറിന് ഒരു മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഉണ്ടാവും. അങ്ങനെ എല്ലാ മെറ്റീരിയലിലും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ. സോ ഈ ഇക്വേഷനിൽ നിന്ന് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റിക്ക് ഒരു ഇക്വേഷൻ എഴുതിയാൽ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഈസ് നത്തിങ് ബട്ട് സ്ട്രെസ് ബൈ സ്ട്രെയിൻ, സിഗ്മ ബൈ ഹെപ്സിലോൺ അല്ലേ? സോ സിഗ്മ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഹെപ്സിലോൺ ആണെങ്കിൽ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ഹെപ്സിലോൺ. സോ ഹുക്സ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡെറിവേറ്റീവ് ആണ് നമ്മുടെ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ്. നമ്മളിനി ഒരുപാട് തവണ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിന് മുഴുവൻ കാണാൻ പോകുന്ന വാക്കാണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. അതാ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെ സൂചിപ്പിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഇതിന്റെ യൂണിറ്റ് നമുക്ക് നോക്കാം. സോ സാധാരണ യൂണിറ്റ് നോക്കുന്നത് നമ്മൾ ഇക്വേഷൻ വെച്ചാണല്ലേ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ്സിന്റെ യൂണിറ്റ് നമുക്കറിയാം പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സ്ട്രെയിൻ എന്താ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ലെങ്ത് ബൈ ലെങ്ത്. ദാറ്റ് മീൻസ് സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ്. സോ യൂണിറ്റ് ഓഫ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഈസ് നത്തിങ് ബട്ട് യൂണിറ്റ് ഓഫ് സ്ട്രെസ് അല്ലെ? യൂണിറ്റ് ഓഫ് സ്ട്രെസ് എന്തായിരുന്നു? പാസ്കൽ ഓർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതിന്റെ ഡെറിവേറ്റീവ്സ്. സോ യൂണിറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് സ്ട്രെസ്. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി യൂണിറ്റ് സ്ട്രെസ്സിന്റെ യൂണിറ്റ് തന്നെയാണ്. ഇനി ഈ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ഒരു ജനറൽ ടേമിനെ നമ്മൾ സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ മൈൽഡ് സ്റ്റീൽ, അതുപോലെ മൊത്തത്തിൽ ജനറൽ കേസിൽ സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റിയെ നമ്മൾ വേറൊരു പേര് വിളിക്കും, യങ്സ് മോഡുലസ്. സോ യങ്സ് മോഡുലസ് യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുക സ്റ്റീൽ മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ സ്റ്റീൽ മെറ്റീരിയലിന്റെ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റിനെ ഡിനോട്ട് ചെയ്യാനാണ്. അല്ലാത്ത ജനറൽ കേസിൽ ബാക്കി എല്ലാ മെറ്റീരിയലും നമ്മൾ ഈ കോൺസ്റ്റന്റിനെ എന്ത് പറയും? മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറയും. സോ ഈ റിലേഷനിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു എക്സ്പെരിമെന്റിലോട്ട് ഇനി പോകുന്നു. ആ എക്സ്പെരിമെന്റിന്റെ പേര് ടെൻഷൻ ടെസ്റ്റ് ഓൺ മൈൽഡ് സ്റ്റീൽ. സോ നിങ്ങളുടെ ഫൈനൽ സെമിന് നിങ്ങൾക്ക് മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ് എന്ന് പറഞ്ഞൊരു ലാബുണ്ട്. ആ ലാബിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ടെൻഷൻ ടെസ്റ്റ് ഓൺ മൈൽഡ് സ്റ്റീൽ. സോ നമ്മൾ
ടെൻഷൻ ടെസ്റ്റ് അറിയുന്നതിന് മുമ്പ് എന്താണ് മൈൽഡ് സ്റ്റീൽ എന്ന് അറിയണം. മൈൽഡ് സ്റ്റീൽ അറിയണമെങ്കിൽ സ്റ്റീലിന് നമുക്കൊരു ഡെഫിനിഷൻ ആദ്യം കൊടുക്കണം അല്ലേ. സോ സ്റ്റീൽ എന്താണ്? സ്റ്റീൽ ഈസ് ആൻ അലോയ് ഓഫ് അയൺ വിത്ത് ഫ്യൂവർ പെർസെൻറ്റേജ് ഓഫ് കാർബൺ. സോ സ്റ്റീൽ അലോയ് ആണ്, മേജർലി അയണും കാർബണും ആണ്. ഇതല്ലാതെ സ്റ്റീലിന്റെ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ പല അതർ മെറ്റൽസും അതർ എലമെന്റ്സും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ കൺസേൺ അയൺ ആൻഡ് കാർബൺ. സോ എന്തിനാണ് സ്റ്റീൽ പഠിക്കുന്നത് എന്നൊരു ചോദ്യം നമുക്കുണ്ടാവും. സോ സ്റ്റീലിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യം നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഏത് ബിൽഡിംഗ് ഉണ്ടാവുമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബിൽഡിംഗ് കോൺക്രീറ്റ് വാർക്കുന്നതിന് മുമ്പ് കമ്പി കെട്ടിയിട്ട് കമ്പീന്റെ മുകളിലാണ് കോൺക്രീറ്റ് വാർക്കുക. സോ എന്തിനാണ് അതെന്ന് വെച്ചാൽ നിങ്ങൾ വഴിയെ പഠിക്കും എന്തിനാണ് സ്റ്റീലിന്റെ ആവശ്യം കോൺക്രീറ്റിൽ എന്നൊക്കെ പഠിക്കും. സോ റീഇൻഫോഴ്സിങ് സ്റ്റീൽ ഈസ് എ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറൽ മെമ്പർ ഫോർ അസ്. സോ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീലിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. സോ ഇതാണ് റീഇൻഫോഴ്സ്മെന്റ് സ്റ്റീൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, കൈരളി TMT എന്നൊക്കെ പറയും പരസ്യം കാണുന്നുണ്ടോ, അല്ലാതെ നിങ്ങൾ വീട് പണിയൊക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ടുണ്ടാവും, കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയിട്ടുണ്ടാവും, നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. സോ പല ഡയമീറ്ററിലുള്ള കമ്പികളുണ്ട്. സോ ഇതാണ് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് സ്റ്റീൽ എന്ന് പറയുന്നത്. സോ ഇനി എന്താണ് മൈൽഡ് സ്റ്റീൽ എന്ന് നമുക്ക് നോക്കാം. സോ സ്റ്റീലിന് ജനറലി പല ക്ലാസിഫിക്കേഷനുണ്ട്. അതിലൊരു മേജർ ക്ലാസിഫിക്കേഷൻ സ്റ്റീലിൽ എന്തോരം കാർബൺ ഉണ്ട് എന്നതിനെ ബേസ് ചെയ്താണ്. സോ സ്റ്റീലിലെ കാർബൺ ലെസ് ദാൻ 0.15% ആണെങ്കിൽ, സോ ടോട്ടൽ അലോയ് മിക്സ് ചെയ്യുമ്പോൾ 0.15%-നേക്കാൾ കുറവാണ് കാർബൺ എങ്കിൽ അതിനെ നമ്മൾ ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയും. ലോ കാർബൺ സ്റ്റീലിന്റെ ഒരു എക്സാമ്പിൾ ആണ് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. സോ മൈൽഡ് സ്റ്റീൽ ബാർ എന്ന് പറഞ്ഞാൽ അതിലെ കാർബൺ കണ്ടന്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ആൻഡ് അതിന് നമ്മൾ സാധാരണ ഏതൊരു മെറ്റീരിയൽ ആണെങ്കിൽ ഗ്രേഡ് വെച്ചാണ് ഡെസിഗ്നേറ്റ് ചെയ്യുക. സോ യൂഷ്വലി റീഇൻഫോഴ്സിങ് സ്റ്റീൽ ആണെങ്കിൽ അതിന്റെ ഗ്രേഡ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് Fe250. റീഇൻഫോഴ്സിങ് സ്റ്റീൽ അല്ലാതെ സ്ട്രക്ചറൽ സ്റ്റീൽ ഉണ്ട്. സോ സ്ട്രക്ചറൽ സ്റ്റീലിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഫൈനൽ സെമില പഠിക്കാൻ പോകുന്നത്. സ്ട്രക്ചറൽ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കോൺക്രീറ്റ് ഉപയോഗിച്ച് ബിൽഡിംഗ് ഉണ്ടാക്കില്ല, ബീമും കോളവും ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം സ്റ്റീൽ മെമ്പേഴ്സ് വെച്ച് നമുക്ക് ബീമും കോളവും ഉണ്ടാക്കാം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയാൽ കാണാം. അതാണ് സ്ട്രക്ചറൽ സ്റ്റീൽ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ റീഇൻഫോഴ്സിങ് സ്റ്റീലിലാണ്. റീഇൻഫോഴ്സിങ് സ്റ്റീലിന്റെ ഒരു ഗ്രേഡ് ആണ് Fe250. സോ Fe250 എന്നാണ് സാധാരണ മൈൽഡ് സ്റ്റീൽ ബാറിനെ വിളിക്കുക. ഇതിൽ 250 എന്ന് പറയുന്നത് അതിന്റെ ഈൽഡ് സ്ട്രെങ്ത് ആണ്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കുക, നിങ്ങൾ വഴിയെ പഠിച്ചോളൂ. സോ ജസ്റ്റ് ഇപ്പോഴത്തെ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. സോ മൈൽഡ് സ്റ്റീൽ ബാർ എന്ന് പറഞ്ഞാൽ കാർബൺ കുറവുള്ള സ്റ്റീൽ ബാറാണ്. ഇനി കാർബണിന്റെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ 0.15% to 0.25% ആണെങ്കിൽ അതിനെ ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയും. സോ ഹൈ കാർബൺ സ്റ്റീലിൽ എക്സാമ്പിൾ ആണ് HYSD. HYSD എന്ന് പറഞ്ഞാൽ ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാർസ്. ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് ഒരുപാട് വാസ്റ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യമില്ല, ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. സോ ഹൈ കാർബൺ സ്റ്റീലിന്റെ എക്സാമ്പിൾ ആണ് HYSD. HYSDക്ക് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഗ്രേഡ് ആണ് Fe415, Fe500. സോ ഞാനിപ്പോൾ എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ എന്തിനാണ് മൈൽഡ് സ്റ്റീലിന്റെ ടെൻഷൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു പറയുന്നത്. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? അതിൽ കാർബൺ കണ്ടന്റ് വ്യത്യാസമുണ്ട് അല്ലേ. സോ ലോ കാർബണിൽ നിന്ന് ഹൈ കാർബണിലോട്ട് പോകുമ്പോൾ കാർബണിന്റെ കണ്ടന്റ് കൂടും. സോ കാർബൺ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ യൂഷ്വലി ഒരു സ്റ്റീൽ മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് കൂടും. സോ കാർബൺ കൂടിക്കഴിഞ്ഞാൽ സ്ട്രെങ്ത് കൂടും. പക്ഷേ കാർബൺ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഡക്റ്റൈലിറ്റി കുറയും. ഡക്റ്റൈലിറ്റി എന്നത് നമ്മൾ പറഞ്ഞു അല്ലെ, അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ആണ്. നമുക്ക് അതിനെ ഒരു വയറായിട്ട് മാറ്റാൻ കഴിയുന്ന കഴിവാണ് ഡക്റ്റൈലിറ്റി. സോ അത് ഫ്ലെക്സിബിൾ ആണ്. സോ കാർബൺ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ സ്ട്രെങ്ത് കൂടും, പക്ഷെ മെറ്റീരിയൽ ബ്രിട്ടിൽ ആയിക്കൊണ്ടിരിക്കും. സോ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കും. സ്ട്രെങ്ത് കൂടുതലാണ്, പക്ഷെ അത് അധികം എക്സ്റ്റെൻഡ് ആവാതെ, അധികം എലോങ്ങേഷൻ ഇല്ലാതെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത്. അതിന് സാധ്യതയുണ്ട്. സോ കാർബൺ കണ്ടന്റ് കൂടുമ്പോൾ സ്ട്രെങ്ത് കൂടും, ഡക്റ്റിലിറ്റി കുറയും. അപ്പൊ നമുക്കറിയാം മൈൽഡ് സ്റ്റീലിൽ എന്തായിരിക്കും, ഡക്റ്റിലിറ്റി ഹൈ കാർബൺ സ്റ്റീലിനേക്കാളും കൂടുതലായിരിക്കും. ഹൈ കാർബൺ സ്റ്റീലിന് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൈൽഡ് സ്റ്റീലിന് കാരണം, മൈൽഡ് സ്റ്റീൽ മോർ ഡക്റ്റൈൽ ആയതുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. സോ ഒരു കർവ് പഠിക്കും. ആ കർവിൽ വൃത്തിയായിട്ട് എല്ലാ പോയിന്റ്സും മനസ്സിലാക്കാൻ കൂടുതൽ ഡക്റ്റൈൽ ആയിട്ടുള്ള മൈൽഡ് സ്റ്റീൽ ബാറാണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ മൈൽഡ് സ്റ്റീൽ ബാർ ടെൻഷൻ ടെസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ എക്സ്പെരിമെന്റിന്റെ ജസ്റ്റ് ഒരു ബ്രീഫ് പറയാം. നിങ്ങൾ കൂടുതൽ സിക്സ്ത് സെമിസ്റ്ററിൽ പഠിക്കും, പക്ഷെ നമുക്ക് കർവ് ഡിസ്കസ് ചെയ്യാൻ ടെസ്റ്റിനെ കുറിച്ച് ചെറുതായിട്ട് അറിയേണ്ടതുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ ടെസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്.
നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സ്പെരിമെന്റൽ സെറ്റപ്പിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഈ എക്യുപ്മെന്റിനെ നമ്മൾ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ എന്ന് പറയും. നമ്മുടെ ഒരുപാട് ടെസ്റ്റുകൾക്ക്, സിവിൽ എഞ്ചിനീയറിംഗിലെ ഒരുപാട് മെറ്റീരിയൽ ടെസ്റ്റുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു കുറച്ച് കാലം മുന്നത്തെ എക്യുപ്മെന്റ് ആണ്. ഇപ്പൊ ഇതെല്ലാം ഓട്ടോമൈസ്ഡ് ആയി. സോ കമ്പ്യൂട്ടർ ഉണ്ട്, കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഓട്ടോമേറ്റഡ് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അതാണ് കൂടുതലും ഉപയോഗിക്കുക. സോ ഇത് നമ്മുടെ യൂഷ്വൽ സ്റ്റാൻഡേർഡ് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ ആണ്, നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇതൊരു ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ് മെഷീൻ ആണ്. സോ ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ് മെഷീൻ എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ഓയിൽ ഉണ്ട്. സോ ഈ രണ്ട് വാൽവ് നമ്മൾ തിരിച്ചാൽ ഈ ഓയിൽ പമ്പ് ചെയ്യും. ഈ ഓയിൽ പമ്പിങ്ങിന്റെ അനുസരിച്ച് നമുക്ക് ഇവിടെ കാണാമല്ലോ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ജോയിന്റ്, ഇവിടെ ഒരു ജോയിന്റ്, ഇവിടെ ഒരു ജോയിന്റ്. ഇതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ് മെഷീൻ ആണ്. സോ ഇതിൽ വെച്ച് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്താൽ ആ ലോഡ് നമുക്ക് ഇവിടെ ഈ ഡയലിൽ കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയൽ ഇതിനനുസരിച്ച് മൂവ് ചെയ്യും. ഇവിടെ ഒരു ഡമ്മി ഉണ്ട്. ഡമ്മി എന്തിനാന്ന് വെച്ചാൽ ലോഡ് ഇങ്ങനെ പോയിട്ട് ചിലപ്പോൾ തിരിച്ചു പോകും. ആ സമയത്ത് നമുക്ക് ഏതാ റീഡിംഗ് എടുക്കാൻ വേണ്ടി ഒരു ഡമ്മി നീഡിലുണ്ട്. ഇതാണ് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സ്പെരിമെന്റ് എങ്ങനെയാന്ന് നോക്കാം. നമുക്ക് എക്സ്പെരിമെന്റ് സ്റ്റീൽ ബാറിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഇപ്പോൾ ഒരു മൈൽ സ്റ്റീൽ ബാർ ഉണ്ട്. ഈ മൈൽ സ്റ്റീൽ ബാറിനെ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, ഈ രണ്ട് സ്ഥലത്ത് വെച്ചിട്ട് ഇതിനെ നമ്മൾ ഉടക്കി വെക്കും. സോ ഇവിടെ ഈ രണ്ട് ജോസിലായിട്ട് ഇതിനെ രണ്ടിനെ ഉടക്കി വെക്കും. സോ ക്ലാമ്പ് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ സ്ട്രെസ്സും സ്ട്രെയിനും മെഷർ ചെയ്യണം. അന്ന് നമ്മൾ എന്താ ആദ്യം ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ കൃത്യം സെന്ററിൽ എടുത്തിട്ട് ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. ആ ഡിസ്റ്റൻസിന് നമ്മൾ പറയാൻ പോകുന്നത് ഗേജ് ലെങ്ത് എന്നാണ്. സോ ഈ സ്റ്റീൽ ബാറിന്റെ അബൌട്ട് സെന്ററിൽ നമ്മളൊരു സ്പെസിഫിക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. അതിനെ ഗേജ് ലെങ്ത് എന്ന് പറയും. ഇനി ഈ ഗേജ് ലെങ്ത്തിൽ നമ്മളൊരു എക്യുപ്മെന്റ് കണക്ട് ചെയ്യും. ആ എക്യുപ്മെന്റിന്റെ പേരാണ് എക്സ്റ്റൻസോമീറ്റർ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ഡയലൊക്കെ ഉണ്ട്, എന്നിട്ട് രണ്ട് സ്ക്രൂ ഉണ്ട്. സോ കൃത്യം ഈ ഡിസ്റ്റൻസിൽ നമ്മൾ ആ എക്സ്റ്റൻസോമീറ്റർ, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയൽ ഗേജ് എന്ന് നമ്മൾ പറയാറുണ്ട്, അത് നമ്മൾ കണക്ട് ചെയ്ത് വെക്കും. സോ ഇതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായില്ല, അതായത് നമ്മളിപ്പം ടെൻഷൻ ടെസ്റ്റ് ആണ്. ടെൻഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പിടിച്ച് വലിക്കുക എന്നല്ല അർത്ഥം. സോ വലിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഗേജ് ലെങ്ത്തിൽ വ്യത്യാസം, കാരണം വലിച്ചു കഴിയുമ്പോൾ എക്സ്റ്റൻഷൻ സംഭവിക്കും അല്ലേ? സോ ആ എക്സ്റ്റൻഷൻ ഈ ഗേജ് ലെങ്ത്തിൽ എത്ര മാറ്റം ഉണ്ടെന്ന് നമുക്ക് എവിടെ മെഷർ ചെയ്യാൻ പറ്റും? ഈ ഡയൽ ഗേജിൽ നമുക്ക് കാണാൻ പറ്റും. സോ അത് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് എക്സ്റ്റൻസോമീറ്റർ കണക്ട് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. സോ നമുക്കറിയാം, നമ്മൾ ഇതിൽ വെക്കുന്നു, ലോഡ് അപ്ലൈ ചെയ്യുന്നു. ലോഡ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ടെൻഷൻ ആണ്. ടെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് വലിയാൻ തുടങ്ങും അല്ലേ? സോ യൂഷ്വലി നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, whenever we apply a load, the material starts to deform. When material starts to deform, it tries to resist that, so stress is developed. So നമുക്ക് സ്ട്രെസ് ആണ് വേണ്ടത്. സ്ട്രെസ് റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയ എന്ന് നമ്മൾ കൊണ്ടു. സോ നമ്മൾ ഈ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, ഇത് വലിച്ചു കഴിയുമ്പോൾ, ഇതിൽ എക്സ്റ്റൻഷൻ സംഭവിച്ചു കഴിയുമ്പോൾ അതിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ടല്ലേ? ആ റെസിസ്റ്റൻസ് ഫോഴ്സ് നമുക്ക് ഈ UTM-ന്റെ ഡയലില് കാണാലോ, ഈ വലിയ ഡയലില് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ UTM-ന്റെ ഡയൽ റീഡിംഗ് തരുന്നു ലോഡാണ്. ആ ലോഡ് മീൻസ് ഇറ്റ് ഈസ് റെസിസ്റ്റീവ് ലോഡ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡിന് ഉണ്ടാകുന്ന റെസിസ്റ്റൻസീവ് ലോഡാണ് നമ്മൾ മെഷർ ചെയ്യുക. അതാണ് UTM ഡയൽ തരുന്നു. ഇനി എക്സ്റ്റൻസോമീറ്ററിൽ നമുക്ക് എന്ത് കിട്ടും? ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് നമ്മൾ ഫിക്സ് ചെയ്ത ലെങ്ത്. ആ ലെങ്ത് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് എക്സ്റ്റൻസോമീറ്ററിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റും. സോ ലോഡും കിട്ടി, എക്സ്റ്റൻഷനും കിട്ടി. നമുക്ക് പക്ഷെ വേണ്ടത് എന്താ? സ്ട്രെസ്സും സ്ട്രെയിനും ആണ് അല്ലേ? സോ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ ഏരിയ ആണ്, നമുക്കറിയാം. അപ്പൊ ലോഡ് അറിയാം. ഈ ഒരു ബാർ എടുത്തിട്ട് അതിന്റെ ഡയമീറ്റർ നമുക്ക്, നിങ്ങൾ ഫിസിക്സിൽ വെർനിയർ കാലിപ്പറൊക്കെ പഠിച്ചിട്ടില്ലേ? അത് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ ഡയമീറ്റർ മെഷർ ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്, 8 mm ഒക്കെ പറഞ്ഞിട്ട്. സോ നമുക്ക് കൃത്യം അതിന്റെ ഏരിയ മെഷർ ചെയ്യാൻ പറ്റും. ഒരു സിലിണ്ടറിക്കൽ ബാർ ആണല്ലേ? സോ അതിന്റെ ഏരിയ മെഷർ ചെയ്യുക. ലോഡ് നമുക്കറിയാം, ലോഡ് ബൈ ഏരിയ ചെയ്താൽ സ്ട്രെസ് കിട്ടും. ഇനി സ്ട്രെയിൻ ആണ് വേണ്ടത്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ആണ്. സോ എക്സ്റ്റൻഷൻ ബൈ ഗേജ് ലെങ്ത് ചെയ്താൽ സ്ട്രെയിൻ കിട്ടും. ഓക്കെ, സോ സ്ട്രെസ്സും കിട്ടി, സ്ട്രെയിനും കിട്ടി. സോ ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്യാം, ലോഡ് അപ്ലൈ ചെയ്ത് കൊടുക്കും. ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഓരോ സ്പെസിഫിക് ലോഡിലും എത്ര സ്ട്രെസ്, ഓരോ സ്പെസിഫിക് ലോഡിലും എത്ര എക്സ്റ്റൻഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. സോ ലോഡ് എക്സ്റ്റൻഷൻ. സോ ആ ലോഡിൽ നിന്ന് നമുക്ക് സ്ട്രെസ് കിട്ടും, എക്സ്റ്റൻഷനിൽ നിന്ന് സ്ട്രെയിൻ കിട്ടും. എന്നിട്ട് നമ്മളൊരു ടേബിൾ ഉണ്ടാക്കും. സോ ഈ മെറ്റീരിയൽ ഫെയിൽ ചെയ്യുന്നവരെ, നമ്മൾ ഫെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകുന്നവരെ ഈ എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമുക്ക് കുറേ സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടും. ഈ വാല്യൂസ് വെച്ച് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പ്ലോട്ട് ചെയ്യും. സോ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ പറഞ്ഞതൊക്കെ ഹുക്സ് ലോ
ചോദിക്കുന്നതാണ്. ബാക്കിയൊക്കെ നമുക്ക് അറിയേണ്ട ബേസിക് ഇൻഫർമേഷൻസ് ആയിരുന്നു. ഇനി നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഡിസ്കസ് ചെയ്യാൻ പോകും. സോ നമുക്ക് നോക്കാം. സോ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ മൈൽഡ് സ്റ്റിൽസ് മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്ലോട്ട് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആൻഡ് എക്സ്പ്ലെയിൻ ദ പോയിന്റ്സ് ഇൻ ഇറ്റ്. സോ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമുക്ക് വരയ്ക്കാം. സോ സ്ട്രെസ് ഇവിടെ ഒരു ഗ്രാഫ് പേപ്പർ ഞാൻ വരച്ചു. ഇതിൽ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. സോ നിങ്ങൾ ഹൈസ്കൂളിലോ പ്ലസ് ടുവിലൊക്കെ മാത്സ് പഠിച്ചപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. y ഈസ് ഈക്വൽ ടു എം എക്സ്. സോ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് y ഈസ് ഈക്വൽ ടു എം എക്സ്. സോ യൂഷ്വലി ഇവിടെ y ഈസ് ഈക്വൽ ടു എം എക്സ്, അതായത് എക്സ് മാറുമ്പോൾ y ചേഞ്ച് ചെയ്യുന്നു അല്ലെ. എക്സ് 1 ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു എം, എക്സ് 2 ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു 2m. അതായത് എക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ വൈ ചേഞ്ച് ചെയ്യുന്നു അല്ലെ. പക്ഷെ വൈ ചേഞ്ച് ചെയ്യുമ്പോൾ എക്സ് ചേഞ്ച് ചെയ്യുന്നു പറയാൻ പറ്റില്ല. എക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ വൈ ചേഞ്ച് ചെയ്യുന്നു. സോ വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. സോ ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി വൈ ആണ്, സോറി എക്സ് ആണ്, ഡിപ്പെൻഡന്റ് ക്വാണ്ടിറ്റി വൈ ആണ്. സോ എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുമ്പോഴാണ് വൈ ചേഞ്ച് ചെയ്യുന്നത്. സോ ഇൻഡിപെൻഡന്റ് എക്സ് ആണ്, ഡിപ്പെൻഡന്റ് വൈ ആണ്. സോ ഒരു ഗ്രാഫ് നമ്മൾ സാധാരണ പ്ലോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുക ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റിയും വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുക ഡിപ്പെൻഡന്റ് ക്വാണ്ടിറ്റി ആയിരിക്കും. സോ നമ്മൾ നമ്മുടെ കേസിലോട്ട് വരിക. സ്ട്രെസ്സും സ്ട്രെയിനും ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലേ. സോ ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞിരുന്നു ഇടയ്ക്കിടയ്ക്ക്, നമ്മളൊരു മെറ്റീരിയലിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്താ, ഡീഫോർമേഷൻ ആണ്. സോ സ്ട്രെയിൻ സംഭവിക്കുന്നു അല്ലെ. സ്ട്രെയിൻ സംഭവിച്ചിട്ടാണ് സ്ട്രെസ് ഉണ്ടാവുന്നത്. സോ സ്ട്രെസ് ഈസ് ഹാപ്പനിങ് ബിക്കോസ് ഓഫ് സ്ട്രെയിൻ. സോ ഇതിൽ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി ഏതാണ്, സ്ട്രെയിൻ ആണ്. ആദ്യം ഉണ്ടാകുന്നത് എന്താണ്, സ്ട്രെയിൻ ആണ്. സ്ട്രെയിനുള്ള നമ്മൾ സ്ട്രെയിൻ ആണ് ആ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്. ദെൻ ടു റെസിസ്റ്റ് സ്ട്രെയിൻ സ്ട്രെസ് ഹാപ്പൻസ് അല്ലെ. സോ സ്ട്രെസ് ഈസ് ദ ഡിപെൻഡന്റ് ക്വാണ്ടിറ്റി, സ്ട്രെയിൻ ഈസ് ദ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി. ഇത് ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ എപ്പോഴും എക്സ് ആക്സിസിൽ എന്തായിരിക്കും, സ്ട്രെയിൻ ആയിരിക്കും, വൈ ആക്സിസിൽ സ്ട്രെസ് ആയിരിക്കും. സോ സ്ട്രെയിൻ ഉണ്ടാവുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാവുന്നത്, അത് ഓർത്തിരുന്നാൽ മതി. സോ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി സ്ട്രെയിൻ ആണ്, ഡിപെൻഡന്റ് ക്വാണ്ടിറ്റി സ്ട്രെസ് ആണ്. സോ ഇനി നമുക്ക് ഇതിന്റെ ഒറിജിൻ എടുക്കാം. സോ നമ്മൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോഡ് 0 ആണ്. ലോഡ് 0 ആകുമ്പോൾ എലോങ്ങേഷൻ സംഭവിക്കുന്നില്ല, സ്ട്രെസ്സും സ്ട്രെയിനും 0 ആണ് അല്ലെ. സോ ഒറിജിനിൽ നിന്ന് കർവ് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ പതുക്കെ പതുക്കെ നമ്മൾ ലോഡ് കൂട്ടിക്കൊണ്ട് വരുന്നു. ആ നമ്മുടെ UTM-ൽ നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. ലോഡ് കൂട്ടിക്കൂട്ടി വരുമ്പോൾ നമ്മൾ നമ്മുടെ ഹുക്സ് ലോ പഠിച്ചു. ഹുക്സ് ലോ എന്താ, സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതായത് സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിൻ കൂടും, പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. സോ ഇഫ് യു സീ യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. സോ സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിൻ ഇങ്ങനെ കൂടി ഒരു പോയിന്റിൽ വരെ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അതായത് ഹുക്സ് ലോ അത് ഒബേ ചെയ്യുന്നു. സോ ഹുക്സ് ലോ ഒബേ ചെയ്യുന്ന പോയിന്റ് എ ഈസ് നോൺ ആസ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. സോ ഒരു മെറ്റീരിയൽ എലോങ്ങേഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഏത് പോയിന്റ് വരെയാണോ ഹുക്സ് ലോ വാലിഡ് ആവുന്നത് ആ പോയിന്റിനാണ് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് വിളിക്കുക. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. നമ്മൾ ആദ്യത്തെ ഹുക്സ് ലോ പറഞ്ഞപ്പോൾ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ യൂഷ്വലി എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് ഹുക്കിന്റെ തിയറി ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു. അതിനുശേഷം മൈൽഡ് സ്റ്റീൽ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തപ്പോൾ ഈ എലാസ്റ്റിക് ലിമിറ്റിനേക്കാൾ കുറച്ചുകൂടെ താഴെ ഒരു പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്നുള്ള ഒരു പോയിന്റിലാണ് ഹുക്സ് ലോ വാലിഡ് എന്ന് പറയുന്നത്. സോ ഇത് ലേറ്റർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. അതുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം പറയുന്നത്. ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞാണ്. സോ ഈ കർവ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 0 to A ഹുക്സ് ലോ വാലിഡ് ആണ്. അതായത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സോ ഇറ്റ് ഈസ് നോൺ ആസ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. ഇനി നോക്കുക, ഇതിന്റെ സ്ലോപ്പ് എടുക്കുക. സ്ലോപ്പ് എടുത്താന്ന് വെച്ചാൽ എന്താ, ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്താണ്, യങ്സ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ആണ് അല്ലെ, സ്റ്റീൽ ആവുമ്പോൾ. സോ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി കിട്ടാൻ എന്ത് ചെയ്താൽ മതി, പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഈ കർവ്. സോ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ എന്നർത്ഥം. സോ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി കിട്ടും. സോ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെ ലോഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ മെറ്റീരിയലിനെ ലോഡ് ചെയ്യണം. പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എടുത്തി അവിടുന്ന് പിന്നെയും ലോഡ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ പിന്നെയും ലോഡഡ് ആവുന്നു, വേറൊരു പോയിന്റ് എത്തുന്നു. ആ പോയിന്റ് ആണ് ബി. സോ ഈ ബി പോയിന്റ് വരെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മെറ്റീരിയലിനെ ലോഡ് ചെയ്യുന്നുണ്ടല്ലോ, ലോഡ് ചെയ്യുമ്പോൾ ഡീഫോർമേഷൻ നടക്കുന്നുണ്ടല്ലോ. സോ ഈ ബി പോയിന്റിലെ ലോഡ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട്
ലോഡിനെ റിമൂവ് ചെയ്തു എന്ന് വെച്ചോ. സോ നമ്മൾ ഇപ്പോൾ ലോഡ് അപ്ലൈ ചെയ്തോ 1 2 3 എന്ന് പറഞ്ഞിട്ട് ഓരോ ന്യൂട്ടൺ വെച്ചിട്ട് ലോഡ് അപ്ലൈ ചെയ്തു. എന്നിട്ട് ആ ലോഡിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സ്ട്രെയിൻ ഇതിലുണ്ടായിട്ടുണ്ട് അല്ലെ, അതായത് ഇത്രയും ഡീഫോർമേഷൻ ഇതിന് സംഭവിച്ചു. ഇനി ആ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ തിരിച്ച് സീറോയിലെത്തും. അതായത് ഇത് എലാസ്റ്റിക് ആണ്, റീറ്റെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. സോ ബി എന്ന് പറഞ്ഞ പോയിന്റ് വരെ നമ്മൾ ലോഡ് ചെയ്തിട്ട് ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ എത്തും. പക്ഷെ ഈ എയും ബിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടം വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇവിടെ സ്ലൈറ്റ്ലി കർവ്ഡ് ആയിട്ടൊരു ലൈനാണ്. കാരണം ഇവിടെ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് എലാസ്റ്റിക്. അതായത് ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതിന്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് മെറ്റീരിയൽ എത്തും. സോ ബി ഈസ് നോൺ as എലാസ്റ്റിക് ലിമിറ്റ്. സോ എലാസ്റ്റിക് ബിഹേവിയർ എവിടം വരെ കാണിക്കുന്നു ആ ലിമിറ്റിനാണ് നമ്മൾ എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം. ഇനി നമ്മൾ ലോഡ് ചെയ്തു. സോ ബി പോയിന്റ് എലാസ്റ്റിക് ലിമിറ്റിൽ നിന്ന് നമ്മൾ ഫർദർ ലോഡ് ചെയ്തു, വേറൊരു പോയിന്റ് എത്തുന്നു. ആ പോയിന്റ് സി. സോ ഈ പോയിന്റിൽ നമുക്ക് നോക്കാം. ഈ പോയിന്റിൽ ഡീഫോർമേഷൻ എന്തോരം ഉണ്ടായി? ഇവിടം വരെ ആയി. ഓക്കെ, ഇനി ലോഡ് അപ്ലൈ ചെയ്ത് ഇവിടം വരെ എത്തി, ഇത് ഇത്രയും ഡീഫോം ചെയ്തു. ഇനി ഞാൻ ലോഡ് റിമൂവ് ചെയ്യാന്ന് വിചാരിക്കാം. ഇനി ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ നേരത്തെ എലാസ്റ്റിക് ലിമിറ്റിൽ പറഞ്ഞതുപോലെ തിരിച്ച് സീറോയിൽ എത്തത്തില്ല, അതായത് എലാസ്റ്റിക് അല്ല. ഇനി ഇത് പ്ലാസ്റ്റിക് ആവാൻ തുടങ്ങി. അതായത് നമ്മൾ ലോഡ് റിമൂവ് ചെയ്താൽ ഇത് കുറച്ച് വലിച്ചില് അതിൽ ഇനി ബാക്കിയുണ്ടാവും. നമ്മളിനി ആ സ്റ്റീല് വലിച്ചുകൊണ്ടിരിക്കുകയല്ലേ, വലിച്ചിട്ട് വിടുമ്പോൾ അതിന് ഒറിജിനൽ ഷേപ്പിൽ ഇരിക്കുമായിരുന്നു എലാസ്റ്റിക് ലിമിറ്റ് വരെ. ഇനി വലിച്ചു കഴിഞ്ഞാൽ ആ ചെറിയൊരു വലിവ്, ഇത്രയും സ്ട്രെയിൻ ബാക്കി ഉണ്ടാവില്ല, ഇതിനേക്കാൾ കുറച്ച് കുറഞ്ഞ ചെറിയൊരു സ്ട്രെയിൻ അതിനെപ്പോഴും, അതായത് ചെറിയൊരു ഡിഫോർമേഷൻ ആ ബോഡിക്ക് എപ്പോഴും ഇനി ബാക്കി ഉണ്ടാവും. അങ്ങനെ എത്തുന്ന പോയിന്റാണ് നമ്മൾ എന്ത് പറയാ? ഈൽഡ് പോയിന്റ് എന്ന് പറയും. സോ ഈൽഡ് പോയിന്റിലെ പ്രത്യേകത, നമ്മൾ ഇവിടുന്ന് ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടുന്ന് സീറോ എത്തുന്നതിന് പകരം ഇതിന്റെ സ്ട്രെയിൻ കുറച്ച് ഇവിടെ ബാക്കി ഉണ്ടാവും. അത്രയും സ്ട്രെയിന് പറയുന്ന പേരാണ് പെർമനന്റ് സെറ്റ്. സോ ഈ പോയിന്റ് കഴിഞ്ഞ് ഏത് പോയിന്റ് നമ്മൾ എടുത്താലും അവിടുന്ന് ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റെസിജ്വൽ ആയിട്ട്, അതായത് കുറച്ച് ബാക്കി ഡീഫോർമേഷൻ ബാക്കി ഉണ്ടാവും, തിരിച്ച് അതിന്റെ ഒറിജിനൽ ഷേപ്പിൽ എത്തത്തില്ല. അതിനാണ് പെർമനന്റ് സെറ്റ് എന്ന് പറയാം. ഈ പെർട്ടിക്കുലർ പോയിന്റിൽ മൈൽഡ് സ്റ്റീലിൽ ആ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.002 ആണ്. നിങ്ങൾ ഇൻഫർമേഷൻ പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നും. സോ പെർമനന്റ് സെറ്റ് ഇതാണെന്ന് അറിഞ്ഞാൽ മതി. സോ നമ്മൾ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് സംഭവിക്കും? ഒരു സ്ട്രെയിൻ അല്ലെങ്കിൽ ഒരു ഡീഫോർമേഷൻ റിട്ടേൺ ചെയ്യും. അതായത് ഇത് പതുക്കെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി എന്നർത്ഥം. സോ ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഈൽഡ് പോയിന്റ്. അതിൽ അപ്പർ ഈൽഡ് പോയിന്റ് എന്ന് വിളിക്കും. സോ അപ്പർ ഈൽഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു ലോവർ ഈൽഡ് പോയിന്റ് ഉണ്ടാവും എന്ന് അറിയാലോ. സോ ഇനി ലോഡ് ചെയ്താൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അടുത്ത സ്ട്രെയിനിന് സ്ട്രെസ് കുറയും. സോ ഇനി ഡീഫോർമേഷൻ നടക്കുമ്പോൾ ആക്ച്വലി സ്ട്രെസ് കൂടുകയല്ല, കുറയാണ് ചെയ്യുക. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ മെറ്റീരിയലിൽ കുറെ കാർബൺ പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ. സോ കാർബൺ മിനറൽസ് ഉണ്ട്. സോ ആ എലമെന്റ്സ് തമ്മിലൊന്ന് റീഅഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രെസ് നമ്മൾ കൊടുക്കുന്ന സ്ട്രെയിനിന് ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് മുഴുവൻ അതിനാണ് ഉപയോഗിക്കുക, അതിന്റെ റെസിസ്റ്റൻസിനായിട്ടുള്ള ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഈ വാല്യൂ പതുക്കെ താഴോട്ട് പോരുന്നത്. ഇങ്ങനെ താഴോട്ട് പോരുന്ന ഒരു പോയിന്റ് വരെയാണ് ഇത് ഡിക്രീസ് ചെയ്യുക. ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോവർ ഈൽഡ് പോയിന്റ്. സോ ഇതും പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ തന്നെയാണ്. സോ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ സ്ട്രെസ് കുറഞ്ഞ് വേറൊരു പോയിന്റിലെത്തും, ലോവർ ഈൽഡ് പോയിന്റ്. ഈ ലോവർ ഈൽഡ് പോയിന്റ് ആണ് നമ്മൾ യൂഷ്വലി ഡിസൈൻ ഉപയോഗിക്കുക. സോ ഇതിന്റെ പ്രത്യേകത എന്താ? നമ്മൾ പറഞ്ഞു ഈൽഡ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഡീഫോർമേഷൻ തുടങ്ങും അല്ലെ. സോ ഡീഫോർമേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഉണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും ചെറിയ സ്ട്രെസ് ആണ് ഈൽഡ് സ്ട്രെസ്. സോ ഈ സ്ട്രെസ് ഇതിനേക്കാൾ മേലെയല്ലേ. സോ മിനിമം സ്ട്രെസ് റിക്വയർഡ് ഫോർ ഡീഫോർമേഷൻ ഈസ് ഈൽഡ് സ്ട്രെസ്. അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. സോ ഇത് മിനിമം സ്ട്രെസ് ഡീഫോർമേഷന് കാരണമാകുന്നതുകൊണ്ട് നമ്മൾ ഇത് ഡിസൈന് ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് ഈൽഡ് സ്ട്രെസ്. സോ ലോവർ ഈൽഡ് പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ഈൽഡ് സ്ട്രെസ് ആണ്. ഈൽഡ് സ്ട്രെസ് ആണ് നമ്മൾ ഏതൊരു മെറ്റീരിയലിന്റെ ഡിസൈൻ, പ്രത്യേകിച്ച് സ്റ്റീലിന്റെ ഡിസൈൻ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഇനി നമ്മൾ ലോഡ് ചെയ്തു. സോ ലോവർ ഈൽഡ് പോയിന്റ് കഴിഞ്ഞു, ലോഡ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇവിടെ കാർബൺ പാർട്ടിക്കിൾസ് തമ്മിലൊന്ന് റീഅഡ്ജസ്റ്റ്മെന്റ് നടന്നു. റീഅഡ്ജസ്റ്റ്മെന്റ് നടന്ന എല്ലാം അതിൽ പറ്റുന്ന സ്റ്റേബിൾ പൊസിഷനിൽ എത്തുകയും ഇനി ലോഡ് ചെയ്താൽ മുഴുവൻ റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഡീഫോർമേഷൻ കൂടുന്നതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടാന്ന് വെച്ചാൽ സ്ട്രെസ് കൂടും. അങ്ങനെ കൂടി ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ എത്തും. ഓക്കെ, നമ്മൾ ലോഡ് ചെയ്തു. ലോഡ് ചെയ്ത് കഴിയുമ്പോൾ
സോറി, ലോഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഡീഫോർമേഷൻ നടന്നു അല്ലേ. സോ നമ്മൾ ഡീഫോർമേഷൻ കൊടുക്കുന്നു. ഡീഫോർമേഷൻ കൊടുക്കുമ്പോൾ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ആ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് ഒരു പോയിന്റ് വരെ എത്തുന്നു. ആ പോയിന്റിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് അൾട്ടിമേറ്റ് പോയിന്റ്. സോ അൾട്ടിമേറ്റ് പോയിന്റിലെ സ്ട്രെസ് അൾട്ടിമേറ്റ് സ്ട്രെസ്. സോ നമ്മളൊരു സാധനം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് ആണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. സോ ഈ സ്ട്രെസ്സിന്റെ മുകളിലോട്ട് ഇനി ഒരു സ്ട്രെസ് അതിന് ഉണ്ടാവത്തില്ല. സോ നമ്മൾ ലോഡ് ചെയ്തു, അൾട്ടിമേറ്റ് സ്ട്രെസ്സിൽ എത്തി. അൾട്ടിമേറ്റ് സ്ട്രെസ്സിൽ എത്തിയാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് വളരെ യൂണിഫോം ഡയമീറ്ററിലുള്ള ഒരു ബാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ബാർ എക്സ്റ്റെൻഡ് ആയിട്ട് പതുക്കെ ഒരു നെക്ക് ഫോം ചെയ്യും. നെക്ക് എന്ന് പറഞ്ഞാൽ കഴുത്തല്ലേ. കഴുത്തിന്റെ ഷേപ്പ് എന്താ, ബാക്കി ബോഡി പാർട്ടുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ് അല്ലെ. അതുപോലെ നമ്മുടെ ബാറിന്റെ ആ ഭാഗത്ത് ചെറിയൊരു നെക്ക് ഫോർമേഷൻ നടക്കും. സോ ഇനി എന്താ സംഭവിക്കുന്ന, നെക്ക് ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, സാധാരണഗതിയിൽ അത് വളരെ കട്ടിയായിട്ടിരുന്ന ഒരു സാധനം ചെറുതാവുമ്പോൾ എന്താ സംഭവിക്കുക, അതിന്റെ റെസിസ്റ്റൻസ് കുറയൂലേ. സോ ഇനി അങ്ങോട്ട് റെസിസ്റ്റൻസ് കുറയാൻ തുടങ്ങും. സോ ഈ പോയിന്റിന്റെ അപ്പുറത്തോട്ട് നമ്മൾ ലോഡ് ചെയ്താൽ റെസിസ്റ്റൻസ് കുറയും, അതായത് സ്ട്രെസ് കുറയും. സ്ട്രെസ് കുറഞ്ഞ് അവസാനം എന്ത് സംഭവിക്കും, ഈ നമ്മുടെ സ്റ്റീൽ ബാർ പൊട്ടിപ്പോകും. ആ പൊട്ടിപ്പോകുന്ന പോയിന്റിലാണ് നമ്മൾ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയാം. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീൽ ബാർ പൊട്ടും. ആ പൊട്ടുന്ന പോയിന്റാണ് ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയാം. ആ ബ്രേക്കിംഗ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ആണ് ബ്രേക്കിംഗ് സ്ട്രെസ്. ഓക്കെ, ബ്രേക്കിംഗ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ബ്രേക്കിംഗ് സ്ട്രെസ്. ഓക്കെ, ഇനി ഇവിടെ എത്തിക്കഴിയുമ്പോൾ പൊട്ടുന്ന ഷേപ്പ് ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാലോ, ഇങ്ങനെ നെക്ക് ഫോം ചെയ്ത് ആ നെക്ക് ചെറുതായി ക്രോസ് സെക്ഷൻ ചെറുതായി അവസാനം അതിന്റെ മാക്സിമം ലിമിറ്റിൽ എത്തുമ്പോൾ അത് പൊട്ടിപ്പോകും. ആ പൊട്ടിപ്പോകുന്ന പോയിന്റിനാണ് നമ്മൾ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയാം. ആ സമയത്തെ സ്ട്രെസ് ആണ് ബ്രേക്കിംഗ് സ്ട്രെസ്. സോ ഇവിടെ ഈ ഫെയിലർ നിങ്ങൾ കണ്ടോ, നിങ്ങൾ ഇവിടെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഇത് ഒരു കപ്പിന്റെ ഷേപ്പിലാണ്, ഇതൊരു കോണിന്റെ ഷേപ്പിലാണ്. സോ ഇതിന് നമ്മൾ യൂഷ്വലി പറയുന്ന പേര് കപ്പ് ആൻഡ് കോൺ ഫെയിലർ എന്നാണ്. സോ മൈൽഡ് സ്റ്റീൽ ഫെയിൽ ചെയ്യുന്നത് കപ്പ് ആൻഡ് കോൺ ഫെയിലറിലാണെന്ന് നമ്മൾ പറയും. സോ ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ മൈൽഡ് സ്റ്റീൽ. സോ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ മൈൽഡ് സ്റ്റീൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തത് പ്രൊപ്പോർഷണാലിറ്റി, അവിടെ വരെയാണ് ഹുക്സ് ലോ വാലിഡ്. രണ്ടാമത്തെ എലാസ്റ്റിക് ലിമിറ്റ് വരെ മെറ്റീരിയൽ എലാസ്റ്റിക് ആണ്. അത് കഴിഞ്ഞാൽ ഒരു പോയിന്റ്, ഈൽഡ് പോയിന്റിന് ശേഷം മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആവും, അതായത് മെറ്റീരിയൽ ഡീഫോർമേഷൻ റീറ്റെയിൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കൂടി അതിന്റെ മാക്സിമം പോയിന്റിൽ എത്തുന്നതാണ് അൾട്ടിമേറ്റ് പോയിന്റ്. അൾട്ടിമേറ്റ് പോയിന്റ് കഴിഞ്ഞാൽ നെക്ക് ഫോർമേഷൻ നടക്കും. നെക്ക് ഫോർമേഷൻ നടന്നാൽ അതിന്റെ റെസിസ്റ്റൻസ് കുറഞ്ഞ് അവസാനം ബ്രേക്കിംഗ് പോയിന്റിൽ വെച്ച് സ്റ്റീല് ബ്രേക്ക് ആവുന്നു. ഇതാണ് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് സോൺ ഉണ്ട്, അതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഒ തൊട്ട് ബി വരെയുള്ള ഏരിയക്ക് എലാസ്റ്റിക് സോൺ എന്ന് പറയും. എലാസ്റ്റിക് സോൺ എന്ന് പറഞ്ഞാൽ എന്താ, ഇത്രയും ഏരിയയിൽ നമ്മൾ ലോഡ് ചെയ്ത് കൊടുത്ത് ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ എത്തും. ദാറ്റ് ഈസ് മെറ്റീരിയൽ ഈസ് എലാസ്റ്റിക് ഇൻ ദിസ് പോർഷൻ. അതുകൊണ്ടാണ് ഇതിനെ എലാസ്റ്റിക് സോൺ എന്ന് പറയാം. ഇനി ഈ ഒരു ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതിന് ഡീഫോർമേഷൻ ഉണ്ടാവും. ഡീഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നോ മോർ എലാസ്റ്റിക് അല്ലെ. ഇനി നമ്മൾ ലോഡ് റിമൂവ് ചെയ്താൽ അതിന് കുറച്ച് ഡീഫോർമേഷൻ ബാക്കി ഉണ്ടാവും. അതുകൊണ്ട് ആ സ്റ്റേറ്റിനെ നമ്മൾ വിളിക്കുന്നത് പ്ലാസ്റ്റിക് സോൺ എന്ന് വിളിക്കും. ഓക്കെ, സോ എലാസ്റ്റിക് സോൺ, പ്ലാസ്റ്റിക് സോൺ. ഇനി വേറൊരു സോൺ ഉള്ളത് സ്ട്രെയിൻ ഹാർഡനിങ് സോൺ. അതായത് നമ്മുടെ ലോവർ ഈൽഡ് പോയിന്റ് തൊട്ട് അൾട്ടിമേറ്റ് പോയിന്റ് വരെയുള്ള ഏരിയനെ സ്ട്രെയിൻ ഹാർഡനിങ് സോൺ എന്ന് പറയും. ഈ സോണിന്റെ പ്രത്യേകത എന്താ, നമ്മൾ ചെറിയൊരു സ്ട്രെയിൻ കൊടുക്കുന്ന സമയത്തേക്കും അതിന്റെ റെസിസ്റ്റൻസ് വല്ലാണ്ട് കൂടും. സോ ആ ഏരിയനെ പറയുന്നതാണ് സ്ട്രെയിൻ ഹാർഡനിങ് സോൺ. ഇനി അത് കഴിഞ്ഞാൽ നെക്ക് ഫോർമേഷൻ നടന്നു. നെക്ക് ഫോർമേഷൻ കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. അങ്ങനെ റെസിസ്റ്റൻസ് കുറയുന്ന സോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെയിൻ സോഫ്റ്റനിങ് സോൺ. സോ ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീൽ. സോ ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കുക. ആ പോയിന്റ്സിന്റെ ഒക്കെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പഠിക്കുക, കർവിന്റെ ഷേപ്പ് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ എങ്ങനെ എഴുതാൻ നോക്കാം. സലൈൻ പോയിന്റ്സ് ഇൻ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇങ്ങനെയായിരിക്കും ചോദിക്കുക. ഒന്നാമത്തെ പോയിന്റ് നമ്മുടെ ഏതാ, പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. സോ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഹുക്സ് ലോ വാലിഡ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കർവ്. സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, അതാണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. രണ്ടാമത്തത് എലാസ്റ്റിക് ലിമിറ്റ്. എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പോയിന്റ് അപ് ടു വിച്ച് ദ മെറ്റീരിയൽ ഈസ് എലാസ്റ്റിക് അല്ലെ. അവിടം വരെ നമ്മൾ ലോഡ് റിമൂവ് ചെയ്തത് മെറ്റീരിയൽ അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചെത്തും, അതാണ് എലാസ്റ്റിക് ലിമിറ്റ്. സോ അവിടെ ഹുക്സ് ലോ വാലിഡ് അല്ല, അതായത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, സ്ലൈറ്റ്ലി കർവ്ഡ് ആയിട്ടുള്ള ലൈനായിരിക്കും എലാസ്റ്റിക് ലിമിറ്റ് വരെ, അതായത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് തൊട്ട് എലാസ്റ്റിക് ലിമിറ്റ് വരെ ഉള്ളത്. അടുത്ത അപ്പർ ഈൽഡ് പോയിന്റ്. അപ്പർ ഈൽഡ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താ, ഇവിടുന്ന് ലോഡ് അപ്ലൈ ചെയ്ത് ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർമനന്റ് ഡീഫോർമേഷൻ ഉണ്ടാവും. ആ ഡീഫോർമേഷൻ
ഈ സ്പെസിഫിക് പോയിന്റിൽ സ്റ്റീൽ ആണെങ്കിൽ 0.02 ആയിരിക്കും. അത് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. സോ ദിസ് സ്റ്റേറ്റ് വേർ ദ മെറ്റീരിയൽ ചേഞ്ചസ് ടു പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് അൾട്ടിമേറ്റ് ഈൽഡ് അപ്പർ ഈൽഡ് പോയിന്റ്. അടുത്ത ലോവർ ഈൽഡ് പോയിന്റ് ഞാൻ പറഞ്ഞു ദ പോയിന്റ് കറസ്പോണ്ടിങ് ടു മിനിമം സ്ട്രെസ് വിച്ച് മെറ്റീരിയൽ സ്റ്റാർട്ട്സ് ടു ഡിഫോം അല്ലെ. സോ മെറ്റീരിയൽ ഡിഫോം ചെയ്യാൻ വേണ്ട ഏറ്റവും മിനിമം സ്ട്രെസ്സിനാണ് നമ്മൾ എന്ത് പറയാം, ലോവർ ഈൽഡ് പോയിന്റ് എന്ന് പറയാം. ആ ഈൽഡ് പോയിന്റിലുള്ള സ്ട്രെസ്, ആ സ്ട്രെസ് ആണ് ഈൽഡ് സ്ട്രെസ്. ഓക്കെ, സോ ലോവർ ഈൽഡ് പോയിന്റിലുള്ള സ്ട്രെസ്സിലാണ് മെറ്റീരിയൽ ഡിഫോം ചെയ്യുന്ന ഏറ്റവും മിനിമം. സോ മെറ്റീരിയൽ ഡിഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അതിനർത്ഥം മെറ്റീരിയൽ ഡക്റ്റൈൽ ആവാന്നാണ്. സോ ലോവർ ഈൽഡ് പോയിന്റിൽ എത്തിയാൽ അതിന്റെ അർത്ഥം മെറ്റീരിയൽ ഈസ് ബിക്കമിങ് ഡക്റ്റൈൽ. സോ അതാണ് ലോവർ ഈൽഡ് പോയിന്റിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ലോവർ ഈൽഡ് പോയിന്റ് കറസ്പോണ്ടിങ് സ്ട്രെസ് ഈൽഡ് സ്ട്രെസ് ആണ്, അതാണ് നമ്മൾ ഡിസൈൻ ഉപയോഗിക്കുന്നത് പറഞ്ഞു. അടുത്ത പോയിന്റ് അൾട്ടിമേറ്റ് പോയിന്റ് ആൻഡ് അൾട്ടിമേറ്റ് സ്ട്രെസ്. സോ അൾട്ടിമേറ്റ് പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ആണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ, ഒരു മെറ്റീരിയലിന് മാക്സിമം റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ് ആണ് അത് അല്ലെ. അതിന്റെ മുകളിലോട്ട് ഒരു സ്ട്രെസ് അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ആ സ്ട്രെസ് എത്തിക്കഴിഞ്ഞാൽ പതുക്കെ എന്ത് ചെയ്യും, മെറ്റീരിയലിന് നെക്ക് ഫോം ചെയ്യും. സോ നെക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിന് ശേഷം സ്ട്രെസ് റെഡ്യൂസ് ചെയ്ത് തുടങ്ങും. അതാണ് അൾട്ടിമേറ്റ് പോയിന്റിന്റെ സിഗ്നിഫിക്കൻസ്. ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഈസ്, നിങ്ങൾക്ക് നെക്ക് ഫോർമേഷൻ കാണാം, ഇങ്ങനെ ഇരുന്ന ഷേപ്പ്, ഇതായിരുന്നു അതിന്റെ ഒറിജിനൽ ഡയമീറ്റർ. അത് പതുക്കെ ചെറുതായിട്ട് ക്രോസ് സെക്ഷൻ കുറഞ്ഞ് കൃത്യ സെന്ററിൽ ഒരു നെക്ക് ആയിട്ട് ഫോം ചെയ്യാൻ തുടങ്ങും. സോ ആ നെക്ക് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അൾട്ടിമേറ്റ് പോയിന്റിന് ശേഷമാണ്. സോ അതിനുശേഷം എന്ത് സംഭവിക്കും, ഫൈനലി ദ മെറ്റീരിയൽ ഫെയിൽസ്. സോ മെറ്റീരിയലിന്റെ ഫെയിലർ ഞാൻ പറഞ്ഞു കപ്പ് ആൻഡ് കോൺ ആണ്. സോ ഇവിടെ ഒരു കപ്പ് ഷേപ്പ് കാണാം, ഇവിടെ ഒരു കോൺ ഷേപ്പ് കാണാം, അതുകൊണ്ടാണ് കപ്പ് ആൻഡ് കോൺ. ഇത് ഡക്റ്റൈൽ മെറ്റീരിയലിന് മാത്രമാണ്, അതായത് മൈൽഡ് സ്റ്റീലിൽ നമ്മൾ പറഞ്ഞു ഡക്റ്റൈൽ മെറ്റീരിയൽ, അതുകൊണ്ടാണ് കപ്പ് ആൻഡ് കോൺ ഫെയിലർ സംഭവിക്കുന്നത്. So the stress at failure is known as breaking stress. Breaking point ആണ് point where the material fails അല്ലെ. So it is a cup and cone failure. ഇതാണ് salient points. So question ചോദിച്ചു കഴിഞ്ഞാൽ കർവ് വരയ്ക്കുക, ഈ 5 പോയിന്റ്സ് എഴുതിയിട്ട് ഇത് ഓരോന്നും എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നു എഴുതിയാൽ നമ്മുടെ ആൻസർ ആയി. ഇനി കുറച്ച് സോൺസിനെ കുറിച്ച് പറഞ്ഞു. ആ സോൺസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ എലാസ്റ്റിക് സോൺ. എലാസ്റ്റിക് സോൺ എന്ന് പറഞ്ഞാൽ എന്താ, ആ സോണിൽ മെറ്റീരിയൽ റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് വെൻ വി റിമൂവ് ദ ലോഡ് അല്ലെ. നമ്മൾ കൊടുത്ത ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ അതിന്റെ ഒറിജിനൽ പൊസിഷൻ റീടേറ്റ് ചെയ്യും. അതാണ് എലാസ്റ്റിക് സോൺ. അടുത്ത പ്ലാസ്റ്റിക് സോൺ. സോ പ്ലാസ്റ്റിക് സോൺ എന്തായിരിക്കും, എലാസ്റ്റിക് സോണിന് ശേഷമുള്ള എല്ലാ പോയിന്റ് എടുത്താലും അവിടേക്ക് എന്താ സംഭവിക്കുക, ലോഡ് റിമൂവ് ചെയ്താൽ കുറച്ച് എക്സ്റ്റൻഷൻ ബാക്കി ഉണ്ടാവും. സോ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഡിഫോർമേഷൻ റീറ്റെയിൻ ചെയ്താൽ അതിനെന്താ പറയാ, പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്നാ പറയാം. സോ അങ്ങനെ പ്ലാസ്റ്റിക് ബിഹേവിയർ ഉള്ള സോണിനാണ് പ്ലാസ്റ്റിക് സോൺ എന്ന് നമ്മൾ വിളിക്കുക. അടുത്ത സ്ട്രെയിൻ ഹാർഡനിങ് സോൺ. സോ സ്ട്രെയിൻ ഹാർഡനിങ് സോൺ നമ്മൾ പറഞ്ഞു കുറച്ച് ലോഡ് റെസിസ്റ്റ് ചെയ്യാൻ കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവും. സോ ചെറിയ ലോഡ് ഇൻക്രീസേ ഉള്ളൂ, ആ സമയത്ത് സ്ട്രെയിൻ ഡിഫോർമേഷൻ വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഏരിയയാണ് നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് സോൺ എന്ന് വിളിക്കുക. അടുത്തത് സ്ട്രെയിൻ സോഫ്റ്റനിങ് ഓർ നെക്കിംഗ് സോൺ. സ്ട്രെയിൻ സോഫ്റ്റനിങ് സോൺ എന്ന് പറഞ്ഞാൽ പതുക്കെ അൾട്ടിമേറ്റ് പോയിന്റിന്റെ അപ്പുറത്തോട്ട് അതിന്റെ ക്രോസ് സെക്ഷൻ കുറയും. ക്രോസ് സെക്ഷൻ കുറയാന്ന് മീൻസ് നെക്കിംഗ് സംഭവിക്കും. നെക്കിംഗ് തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് കുറയും. അങ്ങനെ അൾട്ടിമേറ്റ്ലി അത് ഫെയിൽ ചെയ്യും. സോ ഫെയിലർ നടക്കുന്ന സോണാണ് സ്ട്രെയിൻ സോഫ്റ്റനിങ് അല്ലെങ്കിൽ നെക്കിംഗ് സോൺ എന്ന് പറയും. ഇതാണ് ഡിഫറെന്റ് സോൺ. സോ ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ മൈൽഡ് സ്റ്റീൽ. നമുക്ക് മൈൽഡ് സ്റ്റീലിന്റെ പറഞ്ഞു, ഇനി കുറച്ച് ജനറൽ ആയിട്ടുള്ള ബാക്കി കുറച്ച് മെറ്റീരിയൽസിന്റെ മൈൽഡ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഒന്ന് നോക്കാം. സോ നമ്മൾ മൈൽഡ് സ്റ്റീലിന്റെ വരച്ചു, ഇതായിരുന്നു മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. സോ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് HYSD സ്റ്റീൽ, അതായത് ഹൈ കാർബൺ സ്റ്റീൽ. സോ ഹൈ കാർബൺ സ്റ്റീൽ ആകുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സ്ട്രെങ്ത് കൂടുതലായിരിക്കും. സോ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്യുന്നത് ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു വാല്യൂലായിരിക്കും. സോ ഇറ്റ് ഈസ് ഹാവിങ് ഹയർ സ്ട്രെങ്ത് ദാൻ മൈൽഡ് സ്റ്റീൽ. അതുകൊണ്ടാണ് കർവ് ഇങ്ങനെ പോകും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇങ്ങനെ കുറെ വളവോ ഒരുപാട് ഡീഫോർമേഷനോ ഒന്നും ഇല്ല. സോ അതിന്റെ കാരണം എന്താ, ഇതിന് ഡക്റ്റിലിറ്റി കുറവായിരിക്കും. സോ ഡക്റ്റിലിറ്റി കൂടുതലാണെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് ആയിരിക്കും. ഡക്റ്റിലിറ്റി കുറവാണെങ്കിൽ ഇതുപോലൊരു ജസ്റ്റ് ഒരു ഷാർപ്പ് കർവ് ആയിരിക്കും. ഓക്കെ, സോ ഇനി വേറൊരു കാര്യം നോട്ട് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഈ പോയിന്റ് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് സെയിം പോയിന്റ് ആണല്ലേ, വ്യത്യാസമൊന്നുമില്ലല്ലോ. സോ ഇതിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടം വരെ HYSDക്കും മൈൽഡ് സ്റ്റീലിനും ഒരേ കർവാണ് വരച്ചിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു മെറ്റീരിയലിന് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. സോ ഇതിന്റെ സ്ലോപ്പാണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ HY സ്റ്റീൽ ആണെങ്കിൽ അതിന് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സെയിം ആയിരിക്കും. സോ ഈ ലൈൻ സെയിം ആയിരിക്കും. സോ അത് വിടുക ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. അടുത്ത് നമുക്ക് വേറൊരു കർവ് നോക്കാം. നമ്മൾ സാധാരണ പഠിക്കാൻ പോകുന്നത് കോൺക്രീറ്റ്. കോൺക്രീറ്റ് ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ ആണ്, അതുകൊണ്ട് കോൺക്രീറ്റ് സ്റ്റീലിനേക്കാൾ പെട്ടെന്ന് ബ്രേക്ക് ആവും.
ഇതുപോലെ ഒരുപാട് ഡീഫോർമേഷൻ ഉണ്ടാവില്ല. സോ കോൺക്രീറ്റിന്റെ കർവ് ഇങ്ങനെയായിരിക്കും. ഇനി സപ്പോസ് നമ്മൾ ആദ്യം ഡീഫോമബിൾ ബോഡിനെ കുറിച്ചും റിജിഡ് ബോഡിനെ കുറിച്ചും പഠിച്ചു. ഡീഫോമബിൾ ബോഡി എന്ന് പറഞ്ഞാൽ എന്താ, ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഡീഫോർമേഷൻ നടക്കും. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഡീഫോർമേഷൻ ഉണ്ടാവത്തില്ല. സോ ഐഡിയലി റിജിഡ് എന്ന് പറഞ്ഞൊരു സാധനം ഭൂമിയിൽ ഇല്ല. പക്ഷെ റിജിഡിനോട് അടുത്തൊരു സാധനമുണ്ട്. അതായത് ഭൂമിയിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്താ, ഡയമണ്ട്. സോ ഡയമണ്ടിന്റെ പ്രത്യേകത, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്താൽ അതിന്റെ ഡീഫോർമേഷൻ കുറവായിരിക്കും. ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ സീറോയിനോട് അടുത്തൊരു കർവല്ല നമുക്ക് കിട്ടുന്നത്. സോ ഡയമണ്ട് റിജിഡിനോട് അടുത്തിരിക്കുന്നത് കൊണ്ട് അതിന്റെ ഡീഫോർമേഷൻ കുറവായിരിക്കും, അതായത് സ്ട്രെയിൻ കുറവായിരിക്കും. സോ കൂടുതൽ ലോഡ് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കർവ് ഇങ്ങനെ പോകുന്നത്. സോ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് കണ്ടാൽ നമുക്ക് ആ മെറ്റീരിയലിന്റെ ബിഹേവിയർ പഠിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി. എന്താണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് കാണാൻ പോകുന്നത്. സോ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അത് എന്തിനു വേണ്ടി പഠിക്കുന്നു നമ്മൾ ആദ്യം പഠിക്കുക. സോ സപ്പോസ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു സ്റ്റീൽ ബാർ ഉണ്ട്, ഇവിടെ ഒരു കോൺക്രീറ്റ് ഉണ്ട്. സോ സ്റ്റീൽ യൂഷ്വലി നമ്മൾ എല്ലാ തിയറി എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും ഐഡിയൽ കണ്ടീഷനാണ്. സോ സ്റ്റീൽ ആണെങ്കിൽ സ്റ്റീലിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, കൃത്യം യൂണിഫോം ആയിട്ട് നല്ല വൃത്തിയായിട്ടുള്ള ഒരു സ്റ്റീൽ റോഡ് ആയിരിക്കണം. കോൺക്രീറ്റ് ആണെങ്കിൽ കോൺക്രീറ്റിന്റെ ഉള്ളിൽ തുളയൊന്നും പാടാൻ പറ്റില്ല. കോൺക്രീറ്റ് കറക്റ്റ് നിരപ്പിൽ ലെവലായിട്ട് കൃത്യം യൂണിഫോം ഇട്ട് ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ കുറെ തുളയുണ്ട്. സ്റ്റീൽ ആണെങ്കിൽ സ്റ്റീലിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. സോ യൂഷ്വലി ഒരു സാധനം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് കാണും അല്ലേ. നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിലെ ഡിഫക്റ്റ് കൊണ്ടോ, ഇപ്പോൾ കോൺക്രീറ്റ് ആണെങ്കിൽ കുഴയ്ക്കുന്ന സമയത്തോ കൊണ്ടുവെക്കുന്ന സമയത്തോ അത് കോമ്പാക്ട് ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ മെറ്റീരിയൽ മേ ഹാവ് ഫ്ലോസ് ഡ്യൂറിങ് ഇറ്റ്സ് മാനുഫാക്ചർ. സോ നമ്മൾ തിയറട്ടിക്കലായിട്ട് അസ്യൂം ചെയ്യുന്ന സ്ട്രെങ്ത് ആയിരിക്കില്ല ആക്ച്വൽ ഫീൽഡിൽ ഉണ്ടാവത്തുള്ളൂ. ഒരു കാരണം ഇത്. രണ്ടാമത്, നമ്മൾ ഓരോ സ്ട്രക്ചറും ഡിസൈൻ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ലോഡിന് വേണ്ടിയായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് റൂം ഡിസൈൻ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ വരുന്ന ആൾക്കാരുടെ മാസ് എത്രയാണെന്നൊരു കോഡ് പറയുന്നുണ്ട്. ആ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. സപ്പോസ് ഒരു ദിവസം ആ ക്ലാസ്സിൽ 30 പേരാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു കുറച്ച് ആൾക്കാർ കൂടുതൽ വന്നു, 60 പേര് വന്നു എന്ന് വെച്ചു. സോ 30 പേരെ ഉദ്ദേശിച്ച് ആ റൂം ഡിസൈൻ ചെയ്താൽ 60 പേർക്ക് ആ റൂമിനെ താങ്ങാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു ലോറിക്ക് ഒരു ട്രക്കിന് പെർമിറ്റഡ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റിൽ കൂടുതൽ ലോഡ് ചെയ്താൽ എന്താ സംഭവിക്കുക, അതിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട് ആ ട്രക്ക് മറിയും. നമ്മൾ സ്ഥിരം ചുരത്തിലൊക്കെ നോക്കി കാണാം, കുറെ ഹയർ ലോഡുള്ള സാധനം പെട്ടെന്ന് വളവിലൊക്കെ എത്തുമ്പോൾ മറിയാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് കാരണം അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ലോഡ് ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ അതിന് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. സോ ദർ ഈസ് ഓൾവേസ് എ ചാൻസ് ദാറ്റ് ലോഡ് ക്യാൻ ബി മോർ ദാൻ വാട്ട് ഇറ്റ് ഈസ് ഡിസൈൻ ഫോർ. സോ സപ്പോസ് നമ്മൾ കർവ് പഠിച്ചപ്പോൾ ആ മെറ്റീരിയലിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെങ്ത് എന്താന്ന് പറഞ്ഞു, അൾട്ടിമേറ്റ് സ്ട്രെസ് ആന്ന് പറഞ്ഞു. സോ അൾട്ടിമേറ്റ് സ്ട്രെസ്സിൽ ഡിസൈൻ ചെയ്തു എന്ന് വിചാരിക്കാം. സോ ഞാൻ സ്റ്റീൽ എടുത്തു, ഈ കോൺക്രീറ്റ് എടുത്തു, അതിന് അൾട്ടിമേറ്റ് സ്ട്രെസ്സിൽ ഡിസൈൻ ചെയ്താൽ എന്ത് സംഭവിക്കും? സോ അതിൽ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തുന്നതിന് മുൻപേ അത് ഫെയിൽ ചെയ്യും. സോ നമ്മുടെ ഡിസൈൻ ഫെയിൽ ആവും. സോ മെമ്പർ ഫെയിൽസ്. അതുകൊണ്ട് അൾട്ടിമേറ്റ് സ്ട്രെസ്സിൽ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് റിസ്കിയാണ്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. സോ ഒരിക്കലും ഒരു മെറ്റീരിയലിനെ നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ്സിൽ ഡിസൈൻ ചെയ്യില്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അതല്ലേ, ഒരിക്കലും നമ്മൾ ഏറ്റവും ക്രിട്ടിക്കൽ കണ്ടീഷന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. സോ അത് റിസ്ക് ആണ്. സോ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു ഡിസൈൻ ഫോർ എ ലോവർ സ്ട്രെസ്. അൾട്ടിമേറ്റ് സ്ട്രെസ്സിനേക്കാൾ ചെറിയൊരു സ്ട്രെസ്സിന് നമ്മൾ ഡിസൈൻ ചെയ്യണം. ആ ചെറിയ സ്ട്രെസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് സ്ട്രെസ്. സോ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെസ്സിൽ ഡിസൈൻ ചെയ്യുന്ന പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിനേക്കാൾ ചെറിയൊരു സ്ട്രെസ്സിലാണ് ഡിസൈൻ ചെയ്യുക. ആ സ്ട്രെസ്സിന്റെ പേരാണ് വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണ്? അൾട്ടിമേറ്റ് സ്ട്രെസ്സിനെ വർക്കിംഗ് സ്ട്രെസ് ആക്കാൻ ഉപയോഗിക്കുന്ന ഫാക്ടറാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. സോ വർക്കിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ എ റിഡക്ഷൻ ഫാക്ടർ. That reduction factor is known as factor of safety. So working ultimate stress we divide by some factor. ആ ഫാക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. പേര് പറയുന്ന പോലെ ഇറ്റ് ഈസ് ഒരു സേഫ്റ്റി ഫാക്ടറാണ്. സോ നമ്മൾ അൾട്ടിമേറ്റ് കണ്ടീഷനിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെയിൽ ആവാനുള്ള ഒരുപാട് കാരണമുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത എന്തെങ്കിലും കാരണം കൊണ്ട് അത് ഫെയിൽ ആവാൻ ഇടയുണ്ട്. സോ അതിനും കൂടെ കൺസിഡറേഷൻ കൊടുത്തിട്ട് ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടി നമ്മൾ ഒരു ഫാക്ടർ വെച്ചിട്ട് ആ സ്ട്രെസ് കുറയ്ക്കുന്നു. എന്നിട്ട് ഇത്രയും അതിന് താങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്നു. ആ കപ്പാസിറ്റിക്കാണ് എന്ത് പറയാ, വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയാ. ആ വർക്കിംഗ് സ്ട്രെസ് ആക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫാക്ടറാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. സോ നമുക്ക് ഇതിന്റെ ഒന്നും ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ, വാട്ട് ഈസ് വർക്കിംഗ് സ്ട്രെസ്? മാക്സിമം സ്ട്രെസ് ടു വിച്ച് ദ മെമ്പർ ഈസ് ടു ബി ഡിസൈൻ.
which is much less than the material's ultimate stress is its working stress. So working stress എന്ന് പറഞ്ഞാൽ മെമ്പർ ഡിസൈൻ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രെസ്സിനെയാണ് വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുക. ആ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്ന ആ മെറ്റീരിയലിന്റെ കപ്പാസിറ്റി, അതാണ് അതിന്റെ അൾട്ടിമേറ്റ് സ്ട്രെസ്. അതിനേക്കാൾ കുറഞ്ഞ സ്ട്രെസ് ആയിരിക്കും. സോ ഈ വർക്കിംഗ് സ്ട്രെസ്സിനെ അൾട്ടിമേറ്റ് സ്ട്രെസ്സിനെ വർക്കിംഗ് സ്ട്രെസ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റി റെപ്രസെന്റ് ചെയ്യുക FOS എന്നാണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ്. നേരത്തെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ FOS ഈക്വൽ ടു അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ്. സോ ഓരോ മെറ്റീരിയലിനനുസരിച്ച് ഫാക്ടർ ഓഫ് സേഫ്റ്റി മാറും. ഇപ്പൊ നമുക്കറിയാം സ്റ്റീൽ ആണെങ്കിൽ സ്റ്റീൽ യൂഷ്വലി ഒരു ഇൻഡസ്ട്രിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ സ്റ്റീലിന് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞു വരുന്നു അല്ലേ, അതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടാവും. ഉണ്ടാക്കുന്ന രീതിയിൽ മിസ്റ്റേക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാതിരിക്കും. സോ സ്റ്റീലിന് അത് കുറവായിരിക്കും. സപ്പോസ് കോൺക്രീറ്റ് എടുക്കുക, കോൺക്രീറ്റ് ഇപ്പൊ കുറച്ച് കോൺക്രീറ്റ് മിക്സർ ഒക്കെ വന്നു, എന്നാലും അതിൽ മാനുവൽ പാർട്ട് കൂടുതലാണ്. സോ നമ്മളാണ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നത്, നമ്മളാണ് മെറ്റീരിയൽസ് മിക്സ് ചെയ്യാൻ കൊടുക്കുന്നത്. സോ അതിൽ കൂടുതൽ ഡിഫക്ട്സ് വരാൻ സാധ്യതയുണ്ട്. സോ എത്ര ഡിഫക്റ്റ് വരാൻ സാധ്യതയുണ്ടോ അതിനനുസരിച്ച് ഫാക്ടർ ഓഫ് സേഫ്റ്റി മാറും. ഫോർ എക്സാമ്പിൾ സ്റ്റീലിന് യൂഷ്വലി 1.85 ആണ്, കോൺക്രീറ്റിന് 3 ആണ്, 4 to 6 ആണ്. സോ കോൺക്രീറ്റിന് 3, സ്റ്റീലിന് 1.85. ഇതിന് കാരണം എന്താ? സ്റ്റീല് കുറച്ചുകൂടെ ഹോമോജീനിയസ് ആയിരിക്കും. കോൺക്രീറ്റ് നമ്മുടെ മാനുവൽ എഫേർട്ട് കൂടുതൽ വരുന്നതുകൊണ്ടും ഒരുപാട് മെറ്റീരിയൽ മിക്സ് ചെയ്യുന്നത് കൊണ്ടും ഒരു മാനുവൽ പ്രോസസ് ആയതുകൊണ്ടും അതിൽ കൂടുതൽ ഡിഫക്ട്സ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ എടുക്കുന്നു. സോ ദിസ് ഈസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, ഇനി ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ ഇതിന്റെ അൾട്ടിമേറ്റ് സ്ട്രെസ്സിലല്ല നമ്മൾ ഡിസൈൻ ചെയ്യുക, അൾട്ടിമേറ്റ് സ്ട്രെസ്സിന് പകരം ഈൽഡ് സ്ട്രെസ്സിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. ഇതും അറിഞ്ഞിരിക്കുക. നേരത്തെ ഗ്രാഫ് പറഞ്ഞല്ലോ, ഫോർ ഡിസൈനിങ് വി യൂസ് ഈൽഡ് സ്ട്രെസ് എന്ന് പറഞ്ഞിരുന്നല്ലോ. സോ ഈൽഡ് സ്ട്രെസ് ആണ് നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ കേസിൽ എടുക്കുക. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ കണ്ടു സ്ട്രെസ് സ്ട്രെയിൻ കർവ് കണ്ടു, സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ പോയിന്റ്സ് കണ്ടു, ലാസ്റ്റ് ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മെറ്റീരിയൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആ എക്സ്റ്റൻഷന്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി സ്ട്രെസ്, സ്ട്രെയിൻ, ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. സോ ആ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസും ചെയ്യും. സോ ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. എല്ലാവർക്കും ബൈ.